ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഗോൾഡ് സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യും. ദ്വാരപാലക ശില്പം തിരികെ കൊണ്ടുവന്നപ്പോൾ ഗോൾഡ് സ്മിത്ത് പരിശോധനയ്ക്കെത്താതെ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. അതേസമയം സ്വർണ്ണക്കള്ള വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും SIT ഇന്ന് ചോദ്യം ചെയ്തേക്കും. സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയും തുടരുകയാണ്. S. ശ്യാംകുമാർ, ഉമേഷ് ബാലകൃഷ്ണൻ, AV ജയശങ്കർ എന്നിവർ. ആദ്യം S. ശ്യാംകുമാറിലേക്കാണ്. ശ്യാംകുമാർ, ഗുരുതരമായ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ആദ്യ നടപടി എന്ന തരത്തിലേക്ക് ഗോൾഡ് സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യുമെന്നതാണോ? തുടർ നടപടികൾ ഈ വിഷയത്തിൽ എങ്ങനെയുണ്ടാകും? അനുജ, വരുന്ന ചൊവ്വാഴ്ച, അതായത് നാളെ ദേവസ്വം ബോർഡിന്റെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നുള്ള പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് ശേഷം കൊണ്ടുവന്നപ്പോൾ അത് പരിശോധിച്ച് അതിൽ സ്വർണ്ണമുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ഗോൾഡ് സ്മിത്ത്, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനാണ്. അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല, കൃത്യമായി ചുമതല നിർവഹിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇത്ര വലിയ കൊള്ളയ്ക്ക് സാധ്യതയില്ലായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ദേവസ്വം വിജിലൻസ് എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗോൾഡ് സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ ദേവസ്വം വിജിലൻസ് നൽകിയിരിക്കുന്നത്. ഇത് ദേവസ്വം ബോർഡാണ് പരിഗണിക്കേണ്ടത്. ഈ ദേവസ്വം സ്മിത്തിനെ അവിടെ നിന്ന് വരാതിരിക്കാൻ ഇടനിലയായി നിന്നത് മറ്റൊരു അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് എന്ന വിവരവും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആ ഉദ്യോഗസ്ഥനെതിരെയും നടപടി ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട തന്ത്രിയെ ഈ കേസിൽ സാക്ഷിയാക്കാനുള്ള ശ്രമങ്ങളും ദേവസ്വം വിജിലൻസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്ത്രി കണ്ഠരര രാജീവരുടെ മൊഴിയെടുക്കുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ അടക്കം പെൻഷൻ ആനുകൂല്യങ്ങളടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് കേസന്വേഷണവുമായി മുന്നോട്ട് പോകാനും ആവശ്യമെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഇവർക്കെതിരെ കുറ്റം ചുമത്താനുമുള്ള നടപടികളും ദേവസ്വം വിജിലൻസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രാഥമിക നടപടിയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന നടത്തേണ്ട ദേവസ്വം സ്മിത്തിനെതിരെ ഉണ്ടാകുന്നത്. ഗൂഢാലോചന കേസിൽ ഉൾപ്പെടെ ഇയാളെ പ്രതിയാക്കാനുള്ള സാധ്യതയും ദേവസ്വം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.